Hello everyone, welcome to the previous year question discussion. ഇന്ന് നമ്മൾ ഇഡിയംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. In this question, 4 options are given for the idiom underlined in the sentence. Choose the one which best expresses the meaning of the idiom. അപ്പോൾ ഇഡിയത്തിന്റെ മീനിങ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെന്റൻസിനകത്ത് ഇഡിയം പോർഷൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. First one, for his alleged involvement in espionage, he is under a cloud these days. ഓക്കെ, അണ്ടർ എ ക്ലൗഡ് ആണ് ഇവിടുത്തെ ഇഡിയം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എൻജോയിങ് ഫേവറബിൾ ലക്ക്, ഓപ്ഷൻ ബി എക്സ്പീരിയൻസിങ് ക്ലൗഡി വെദർ, ഓപ്ഷൻ സി അണ്ടർ ഒബ്സർവേഷൻ, ഓപ്ഷൻ ഡി അണ്ടർ സസ്പീഷൻ. ഓക്കെ, സോ അണ്ടർ എ ക്ലൗഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഹിസ് അലിജ്ഡ് ഇൻവോൾവ്മെന്റ് ഇൻ എസ്പിയോണാഷ് ഹി ഈസ് ഡാഷ് ദീസ് ഡേയ്സ്. അണ്ടർ എ ക്ലൗഡ്, അണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് കൊണറ്റേഷൻ എടുക്കാം, എന്നാലും അതിലും ഉപരിയായിട്ട് ഇവിടെ ഒരു ക്ലൂ വന്നിരിക്കുന്നത് എസ്പിയോണാഷ് ആണ്. സോ ഇറ്റ്സ് സ്പൈ വർക്ക് അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് എൻജോയിങ് ഫേവറബിൾ ലക്ക് ഇസ് എ റെയർ ചാൻസ്, എക്സ്പീരിയൻസിങ് ക്ലൗഡി വെദർ നോ, അണ്ടർ ഒബ്സർവേഷൻ ഓർ അണ്ടർ സസ്പീഷൻ ആണ് ഡൗട്ട് വരിക. ബട്ട് ദി ആൻസർ ഇസ് അണ്ടർ സസ്പീഷൻ. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. ഓക്കെ, സോ അണ്ടർ എ ക്ലൗഡ് മീൻസ് അണ്ടർ സസ്പീഷൻ. ഓക്കെ, ആൻഡ് ഈ ക്വസ്റ്റ്യൻ JIPMAT 2021 നിന്ന് എടുത്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹി വാസ് ഓൾ അറ്റ് സീ വെൻ ഹി ബിഗാൻ ഹിസ് ന്യൂ ജോബ്. ഓൾ അറ്റ് സീ ആണ് ഇവിടുത്തെ ഇഡിയം വന്നിരിക്കുന്നത്. ഹാപ്പി, പസിൽഡ്, സാഡ്, ട്രയംഫന്റ്. സോ ന്യൂ ജോബാണ്. സോ ഹോപ്പ്ഫുള്ളി നമ്മൾ സാഡ് അല്ല എന്ന് ചിന്തിക്കാം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് എ ന്യൂ ജോബ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഹാപ്പി, പസിൽഡ്, ട്രയംഫന്റ്. ഇറ്റ്സ് ആക്ച്വലി ഓൾ അറ്റ് സീ എന്ന് പറഞ്ഞാൽ പസിൽഡ് എന്നാണ് അർത്ഥം. ഓക്കെ, പസിൽഡ് ഇസ് ദി ആൻസർ. And this question was also taken from JIPMAT 2021. Okay, all at sea, puzzled. Question number 3, those who work by fits and starts seldom show good results. Fits and starts ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ഇൻറ്ററസ്റ്റഡ്ലി, ഇറഗുലർലി, റെയർലി, റെഗുലർലി. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതാണ്. ഇറ്റ്സ് ഇറഗുലർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. This question was taken from JIPMAT 2021. And then, some proverbs or idioms are given below together with their meanings. Choose the correct meaning of proverb or idiom. Again, proverbന്റെ അല്ലെങ്കിൽ idiomത്തിന്റെ meaning കണ്ടുപിടിക്കാനാണ് നമുക്ക് question നോക്കാം. To make clean breast of. To make clean breast of എന്ന് പറഞ്ഞാൽ എന്താണ്? To gain prominence, to praise oneself, to confess without of reserve, to destroy before it blooms. To make clean breast of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് പറയാതെ വെച്ചിരുന്ന എന്തെങ്കിലും കാര്യം തുറന്ന് പറയുന്നതിനെയാണ് to make clean breast of, എല്ലാം ക്ലിയർ ചെയ്യുന്നതിനെ. സോ ഇറ്റ്സ് ഓപ്ഷൻ സി, to confess without of reserve. ഓക്കെ, ഇതാണ് ആൻസർ. So to make clean breast of എന്ന് പറഞ്ഞാൽ to confess without of reserve. IPMAT wrote a sample paper 2020 എന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, then question number 5, to have an axe to grind. To have an axe to grind എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a private end to serve. A private end to serve, അതായത് ഒരു സെൽഫിഷ് മോട്ടീവിനെയാണ് കാണിക്കുന്നത്. സെൽഫിഷ് മോട്ടീവ് ഉള്ളപ്പോഴാണ് നമ്മൾ to have an axe to grind എന്ന് പറയുന്നത്. So this is the answer. So option A is the answer. To have an axe to grind, a private end to serve. IPMAT wrote a sample paper 2020 ൽ എടുത്തിട്ടുള്ളതാണ്. Question number 6, I will have to dash because I don't know how Sheila's parents are going to react to this offer. അപ്പോൾ ഇവിടെ ഒരു ഫില്ലപ്പ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 4 ഇഡിയംസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ട് ഓൺ മൈ ഫിംഗേഴ്സ്, ഫേസ് ദ മ്യൂസിക്, ബ്രേക്ക് ദി ഐസ്, പ്ലേ ഇറ്റ് ബൈ ഇയർ. ഓരോന്നിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. കൗണ്ട് ഓൺ മൈ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഹാപ്പൻസ് റെയർലി. Something which happens rarely. Then face the music എന്ന് പറഞ്ഞാൽ to be criticized negatively. Criticized negatively. Then break the ice എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാം. Initiate conversation. Initiate conversation. Play it by ear എന്ന് പറഞ്ഞാൽ എന്താണ്? Act spontaneously. Act spontaneously. Okay, so we have the options: count on my fingers, which means happens rarely; face the music, which means criticized negatively; and break the ice, which means initiate a conversation; and play it by ear nonna act spontaneously. So I'll have to dash because I don't know how Sheila's parents are going to react to this offer. Act spontaneously. Play it by ear ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി is the answer, and this question was taken from IPMAT Indoor 2019. Okay.
സോ ബൈ ദിസ് വി കം ടു ദി എൻഡ് ഓഫ് ദ സെഷൻ. നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ഇഡിയംസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വാല്യൂ ആഡഡ് നോട്ട്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും. അതുവരയ്ക്കും ബൈ. താങ്ക് യു.